ഇപ്പോ ഉത്തരേന്ത്യയിൽ മുമ്പ് പല സ്ഥലങ്ങളുടെയും പേരുകൾ മാറ്റിയിട്ടുണ്ട്. പ്രയാഗ് രാജ് ഒക്കെ ഇപ്പോൾ വന്ന സ്ഥലമാണെന്ന് നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ ഒരു ഇലക്ഷൻ ഇഷ്യൂ ആയി വരുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യമാണ് വയനാട് സമീപകാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാർഷിക പ്രതിസന്ധിയുണ്ട്. ഇതൊക്കെ കേന്ദ്ര സർക്കാരുമായി നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. കാരണം വനം വന്യജീവി നിയമം കേന്ദ്ര നിയമമാണ്. യാത്ര അടക്കമുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട്, അടിസ്ഥാന സൗകര്യ വിഷയങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയം ഉയർത്തിവിടുക വഴി ഒരു ഡിസ്ട്രാക്ഷൻ, ഇത്തരം കാര്യങ്ങളൊന്നും വേണ്ട, ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ട അല്ലേ എന്നുള്ളതാണ് അതിലെ പ്രശ്നം. തീർച്ചയായിട്ടും എനിക്ക് തടസ്സപ്പെടുത്താതെ ഒരു അല്പസമയം തരണം. ഞാൻ സംസാരിക്കുന്നത് തടസ്സപ്പെടുത്തിയിട്ട് ആളുകൾ കേൾക്കാത്ത രീതിയാണെങ്കിൽ പിന്നെ സംസാരിക്കേണ്ട അർത്ഥമില്ല. ഞാൻ സംസാരിക്കുന്നില്ല. പറഞ്ഞോളൂ. ഒന്ന്, ഈ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ബത്തേരിയുടെ പേര് മുൻ നാമമായിട്ടുള്ള ഗണപതി വട്ടത്തിലേക്ക് പുനർനാമകരണം ചെയ്യണമെന്നുള്ള ശ്രീ കെ സുരേന്ദ്രൻ്റെ അഭിപ്രായമാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരം. ഒന്ന്, നിങ്ങളിപ്പോൾ ചോദിച്ച ഏറ്റവും അവസാനത്തെ ചോദ്യത്തിന് ഞാൻ തുടങ്ങാം. മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസമെങ്കിലും CPM-ഉം കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് സമ്മതിക്കുകയാണ്. വയനാടിന് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൻ്റെ പ്രശ്നമുണ്ട്, ഇവിടുത്തെ ആരോഗ്യ ചികിത്സാ സംവിധാനത്തിലെ കുറവുകളുണ്ട്, ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത പ്രശ്നമുണ്ട്. ഇതെല്ലാം കെ സുരേന്ദ്രൻ ദിവസങ്ങളായി പറയുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം ഗണപതി വട്ടത്തിന്റെ വിഷയം കൂടി പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ എന്ത് ചെയ്തു? ഗണപതി വട്ടം വിഷയം മാത്രം എടുത്ത് ചർച്ച ചെയ്താണ്. സുരേന്ദ്രൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇത് മാത്രമല്ല. ഇനി ബഹുമാനപ്പെട്ട MLA അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? ഈ ചരിത്രം ഗണപതി വട്ടം എന്ന പേര് പറയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഉടനെ തന്നെ MP രാജേഷിനോട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സ്ഥാനം രാജിവെക്കാൻ പറയണം. കാരണം അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, കേരള ഗവൺമെൻറ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ചരിത്രം എന്നെഴുതി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ പഴയ നാമം ഗണപതി വട്ടം എന്നായിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ് ഇതിനെ സുൽത്താൻസ് ബാറ്ററി എന്ന രീതിയിൽ പേര് മാറ്റിയത് എന്ന് കൃത്യമായി പറയുന്നു. എന്തുകൊണ്ട് സുൽത്താൻ ബത്തേരി എന്ന പേര് ഗണപതി വട്ടം എന്ന പുനർനാമകരണം ചെയ്യണം, പഴയ പേരിലേക്ക് തിരിച്ചു പോകണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, അത് ഞങ്ങളുടെ പോളിസിയാണ്, ഞങ്ങളെല്ലാ രാജ്യത്ത് മുഴുവൻ എടുത്തുള്ള പോളിസിയാണ്. അധിനിവേശ ശക്തികളുടെ, വിദേശ ശക്തികളുടെ ഓർമ്മ പേറുന്ന, കൊളോണിയൽ ശക്തികളുടെ ഓർമ്മ പേറുന്ന അത്തരം സ്ഥലനാമങ്ങൾ മാറ്റി നമ്മുടെ സ്വത്വബോധം, നമ്മുടെ അഭിമാന ബോധത്തിന് ഉതകുന്ന നമ്മുടെ പഴയകാല നാമങ്ങളിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളത് ഞങ്ങളുടെ പോളിസിയാണ്. ഒന്ന്. രണ്ട്, അങ്ങ് ചോദിച്ച ചോദ്യം, അങ്ങനെയാണെങ്കിൽ MGS നാരായണൻ പറഞ്ഞതുപോലെ ഏറ്റവും പഴയ പേരിലേക്ക് പോകണ്ടേ? അങ്ങനെ ആർഗ്യുമെന്റ് താങ്കൾക്ക് കൊണ്ടുവരാൻ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ബോംബെയുടെ ഏറ്റവും പഴയ പേര് കാക്കാമുച്ചി എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ പേര് മാറ്റിയത്, മുംബൈ എന്നാണ് മാറ്റിയത്, ഞങ്ങളല്ല മാറ്റിയിട്ടുള്ളത്. ഇന്ത്യയിലെ നൂറുകണക്കിന് സ്ഥലനാമങ്ങൾ ബ്രിട്ടീഷുകാർ കൊടുത്തത് മാറ്റിയത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇനി ഇതിലെങ്ങനെയാണ് വർഗീയവാദം ഉണ്ടാവുന്നത്? തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനെ തൃശിവ പേരൂർ എന്ന് വിളിച്ചത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് തൃശിവ പേരൂർ എന്ന് വിളിച്ചത്. അപ്പൊ ശിവൻ മതേതരവും ശിവന്റെ മകനായിട്ടുള്ള ഗണപതി വർഗീയവും എങ്ങനെയാവുന്നത്? ഗണപതി വട്ടം എന്നുള്ളത് ഇന്ന് സർക്കാർ രേഖയുള്ളതാണ്, സുപ്രീം കോടതിയുടെ ഉത്തരവിലുള്ളതാണ്. ഗണപതി വട്ടം എന്നുള്ള പേര് പഴയകാല കോടതി രേഖകൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സുപ്രീം കോടതിയുടെ വെർഡിക്റ്റുകളിൽ ഈ ഗണപതി വട്ടം എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ രേഖകൾ ഗണപതി വട്ടമുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നിയോഗിച്ചിട്ടുള്ള പഠന സമിതികൾ കൊടുത്തുള്ള റിപ്പോർട്ടുകളിൽ ഗണപതി വട്ടം എന്ന പേരുണ്ട്. നമ്മുടെ മലബാർ മാനുവലിൽ വില്യം ലോഗണിൽ കൃത്യമായി പറയുന്നുണ്ട്, ഗണപതി വട്ടൻ എന്ന് തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു സാമാന്യ മര്യാദ. സുരേന്ദ്രൻ ഫാക്ച്വലി ഇൻകറക്റ്റായ ഒന്നും പറഞ്ഞിട്ടില്ല. സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഗണപതി വട്ടം എന്ന പേര് ബത്തേരിക്കുണ്ടായിരുന്നു എന്നുള്ള സത്യം ചർച്ചയിൽ അംഗീകരിക്കണം എന്നുള്ള സാമാന്യമായിട്ടുള്ള ഒരാവശ്യമാണ് ഞാൻ ഉന്നയിച്ചത്. പക്ഷേ ആ ഭാഗം സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങളാണ് എനിക്ക് ഇക്കാര്യം പറയേണ്ടി വന്നത്. ഒരു കാര്യം കൂടി ഞാൻ അഭിലാഷിനോട് പറയാം. ഞങ്ങൾ ഇക്കാര്യം ശാഖയിലും പറയും. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന ശാഖകളിൽ പറയുന്ന കാര്യമാണ് ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്നത്. ആ ശാഖയിൽ സ്വയം സേവകർ തീരുമാനിച്ചാൽ അത് നടക്കും. അതുകൊണ്ട് ശാഖയിൽ പോയി പറയുന്നതിന് ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. ശാഖ എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ പരിച്ഛേദമാണ്. ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന സംഘടനയാണ്. ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്ന സംഘടനയാണ്. അവിടെ പോയി പറയാൻ ഒരു മടിയില്ല. പക്ഷേ ഇനി ഒരു കാര്യം പറയാം. നിങ്ങൾ ചർച്ച നടത്തുന്ന സമയത്ത് ഞാൻ ഇത്രയും ആവശ്യപ്പെടും, ബേസിക് ആയിട്ടുള്ള ഒരു സാമാന്യ മര്യാദയാണ്. സുരേന്ദ്രൻ പറഞ്ഞതിൽ വസ്തുതാ വിരുദ്ധമായിട്ടില്ല. നിങ്ങൾക്ക് ഒരു കാര്യം ചർച്ച ചെയ്യാം. സുരേന്ദ്രൻ ഇപ്പം പറയണമായിരുന്നോ? സുരേന്ദ്രൻ നാളെ പറയണമായിരുന്നോ? ഇന്നലെ പറയണമായിരുന്നോ? ഇത് പറഞ്ഞത് ശരിയായോ? അതൊക്കെ മറ്റു കാര്യങ്ങൾ. പക്ഷേ സുരേന്ദ്രൻ പറഞ്ഞത് ഫാക്ച്വലി കറക്റ്റ് ആണ്. സുരേന്ദ്രനെ നിങ്ങൾക്ക് ഫാക്ച്വലി കറക്റ്റായ ഒരു കാര്യം വെച്ചുകൊണ്ട് വർഗീയവാദി എന്ന് വിളിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ പേര് ആരായിട്ടുള്ളത്? ഈ പേരിട്ടുള്ളത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ്. രണ്ട് അധിനിവേശ ശക്തികളുടെ ഓർമ്മ പേറുന്ന പേരാണിത്. ഒന്ന് ടിപ്പുവിൻ്റെതാണെങ്കിൽ മറ്റൊന്ന് ബ്രിട്ടീഷുകാരുടേതാണ്. ആ അധിനിവേശ ശക്തികളുടെ അത്തരം ഓർമ്മകൾ പോകണം. അവരുടെ സ്മാരകങ്ങളായിട്ട് അത്തരം പേരുകൾ നിൽക്കാൻ പാടില്ല എന്ന് ഞങ്ങളുടെ മാത്രം പോളിസിയല്ല. ഈ രാജ്യത്ത് എല്ലാ പാർട്ടികൾ ഭരിക്കുമ്പോഴും സ്ഥലനാമങ്ങൾ മാറ്റിയിട്ടുണ്ട്. കേരളത്തിൽ 25ഓളം സ്ഥലനാമങ്ങൾ എന്തിനാണ് മാറ്റിയിട്ടുള്ളത്?
എങ്ങനെയാണ് ട്രിവാൻഡ്രം തിരുവനന്തപുരമായത്? എങ്ങനെയാണ് കൊച്ചിൻ കൊച്ചിയായത്? എങ്ങനെയാണ് കാലിക്കറ്റ് കോഴിക്കോടായത്? ഇനി ഒരു കാര്യം പറയാം, ടിപ്പു സുൽത്താൻ പേരുകൾ മാറ്റാൻ നോക്കിയിട്ടുണ്ട്. കോഴിക്കോടിന്റെ പേര് മാറ്റാൻ വേണ്ടി ടിപ്പു സുൽത്താൻ നോക്കിയല്ലോ. ടിപ്പു സുൽത്താൻ എന്ത് പേര് ഇടാൻ നോക്കിയത് കോഴിക്കോടിന്? ഇസ്ലാമാബാദ്. കോഴിക്കോട്ടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായിട്ട് എതിർത്തു, സാമൂതിരി എതിർത്തു. നിങ്ങൾക്കറിയുമോ, ഈ ടിപ്പു സുൽത്താനെ എതിർത്തവരിൽ കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. മുസ്ലിം വിഭാഗത്തിലെ പ്രമാണിമാരടക്കം ടിപ്പു സുൽത്താനെതിരെ പോരാടി, അയാൾക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം ഭരിച്ചവരുണ്ട്. അപ്പോൾ അത്തരം ഒരു ചരിത്രമാണ് കേരളത്തിൽ. ടിപ്പു എന്ന് പറയുന്നത് അധിനിവേശ ശക്തിയാണെന്നുള്ള ഫത്വ പൊന്നാനിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ടിപ്പു ഒരു അധിനിവേശ ശക്തിയാണെന്നും നമ്മളെ ഭരിക്കേണ്ടത് പിന്നെ സാമൂതിരിയാണെന്നും ബ്രിട്ടനിൽ നിന്ന് വന്നവരാണെങ്കിലും മൈസൂരിൽ നിന്ന് വന്നവനാണെങ്കിലും അവൻ അധിനിവേശക്കാരനാണ്, കൊള്ളക്കാരനാണ് എന്ന ഫത്വ ഇറങ്ങിയിരുന്നു കേരളത്തിൽ. ശരി, അത് മറച്ചു വെക്കാൻ സാധിക്കോ? ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ സാമാന്യമായിട്ടുള്ള മര്യാദ ഈ നിമിഷമെങ്കിലും കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സുരേന്ദ്രൻ പറഞ്ഞത് ഫാക്ച്വലി കറക്റ്റ് ആണ് എന്ന കാര്യം ദയവ് ചെയ്ത് സമ്മതിക്കണം. സർക്കാർ രേഖയാണ്. ഇദ്ദേഹം ദയവ് ചെയ്യേണ്ടത് ഉടനടി സുൽത്താൻ ബത്തേരിയിലെ ചെയർമാനോട് രാജിവെക്കാൻ പറയണം, മുനിസിപ്പൽ ചെയർമാനോട്. ഒപ്പം MP രാജേഷിനോട് രാജിവെക്കാൻ പറയണം. കാരണം അവരുടെ വെബ്സൈറ്റിൽ ചരിത്രം എന്ന പേരിൽ കൊടുത്തിരിക്കുന്നു. അത് താങ്കൾ വായിച്ചതിന് ശേഷവും അക്കാര്യം ഉന്നയിച്ചില്ല, ഉദ്ധരിച്ചില്ല. അത് പറയാതെ MGS നാരായണനിലേക്ക് പോയി എന്നുള്ളതാണ് എന്റെ ആക്ഷേപത്തിന്റെ അടിസ്ഥാനം. ഓക്കെ, അല്ല അതിൽ സന്ദീപ് ഇപ്പൊ എന്തായാലും ശാന്തനായതുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോ സുരേന്ദ്രൻ പറഞ്ഞത് ഫാക്ച്വലി കറക്റ്റ് ആണ് എന്ന് സമ്മതിക്കാനുള്ള ബൗദ്ധിക സത്യസന്ധത വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താണ് പറഞ്ഞത്? ഇതിനു മുൻപും പല പേരുകളിൽ ഈ പ്രദേശം അറിയപ്പെട്ടിട്ടുണ്ട്. ആ പേരുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഈ കാര്യം ഹിസ്റ്റോറിക്കലി ഞാൻ ഈ പറഞ്ഞ പേരുകൾ MGS നാരായണനെ പോലെയുള്ള ചരിത്രകാരന്മാർ, അതുപോലെ തന്നെ നമ്മുടെ ചരിത്ര ലിഖിതങ്ങൾ, ഇവയൊക്കെ നമുക്കതുകൊണ്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ചരിത്രത്തിൽ പല കാലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഇത്. ഗണപതി വട്ടം എന്നുള്ള നിലയിൽ മാത്രം അറിയപ്പെട്ടിരുന്ന പ്രദേശമല്ല എന്നാണ് ഞാനും പറഞ്ഞത്. അപ്പൊ താങ്കൾ പല നെയിം കോളിംഗ് നടത്തി, സ്വാഭാവികം ഞാൻ തിരിച്ചു പറഞ്ഞു.